എൻ്റെ പേര് വില്യംസ് മാത്യു. ഈ സ്ഥാപനത്തിൻ്റെ പേര് VS എഞ്ചിനീയറിംഗ് വർക്ക്സ് ആണ്. നമ്മളിവിടെ ചെയ്യുന്നത് വിൻഡോസും സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 30 വർഷത്തോളമായി ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. ഈ സ്റ്റീൽ വിൻഡോസ് ഡോർസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 6 വർഷം 7 വർഷത്തോളമായിട്ടുള്ളൂ. അതിന് മുമ്പ് തന്നെ മറ്റേ റൂഫിംഗ് ഷീറ്റ് വർക്കുകൾ, അതുപോലെ തന്നെ ഗേറ്റ്, ഗ്രിൽസ്, അങ്ങനെ എല്ലാ അയൺ ഫാബ്രിക്കേഷൻ വർക്കുകളും ഞാനിവിടെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അരീക്കോട് ഗവൺമെൻറ് അരീക്കോടിലാണ് ഞാൻ വെൽഡിങ് ആണ് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ FACT ആലുവ FACTയിൽ അവിടെ 2 കൊല്ലത്തോളം അപ്രന്റീസ്ഷിപ്പിന് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വന്നിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിനെക്കുറിച്ച് പഠിക്കുകയും പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, അന്നൊരു വർക്ക് ചെയ്യണം, എന്തെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹത്തോട് കൂടി വന്നതാണ്. അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തൽക്കാലത്ത് ഈ ഗേറ്റ്, അതുപോലെ തന്നെ ഗ്രിൽസുകൾ, ഗേറ്റ്, അതുപോലെ തന്നെ ഈ റൂഫിംഗ് ഷീറ്റിൻ്റെ വർക്കുകൾ, അതായിരുന്നു മെയിനായിട്ട് തൽക്കാലത്ത് ഉണ്ടായിരുന്നത്. വിൻഡോസും ഡോർസൊക്കെ വന്നിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അതിന് മുൻപ് തന്നെ ഈ ജനറൽ എഞ്ചിനീയറിംഗ് വർക്ക്സ്, ഷട്ടർ, റോളിംഗ് ഷട്ടർ, രണ്ട് വർക്കുകൾ, ഗ്രില്ലിൻ്റെ വർക്കുകൾ, ഗേറ്റിൻ്റെ വർക്കുകൾ, അതായത് പണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ കാലഘട്ടത്തിലൊക്കെ അധികം ആംഗിളും അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള ഇരുമ്പിന്റെ ഇതുകളാണ് ഉപയോഗിച്ചിരുന്നത് അന്ന്. പക്ഷെ പിന്നീട് കാലം മാറി കുറച്ച് കാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ പൈപ്പുകൾ വന്നു തുടങ്ങി. സ്ക്വയർ പൈപ്പുകൾ, സ്ക്വയർ ട്യൂബ് വെച്ചിട്ടുള്ള പുതിയ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ സാധനങ്ങൾ തുടങ്ങി. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇപ്പൊ CNC കട്ടിങ് ചെയ്തിട്ടുള്ള പുതിയ തരം ഗേറ്റുകൾ, അതുപോലെ തന്നെ ഗേറ്റും ഇരുമ്പും മരമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഗേറ്റുകൾ, അങ്ങനെയുള്ള പല വേരിയസ് ടൈപ്പ് ഗേറ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരുപാട് പറഞ്ഞു. ഇപ്പൊ ആംഗിളിന്റെ ഗേറ്റുകൾ ഇല്ല, ഫുൾ പൈപ്പ് വെച്ചുള്ള ഗേറ്റുകൾ മാത്രമാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ഡോറും വിൻഡോസിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുക. 16 ഗേജിന്റെ സാധനമാണ്. അതവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവർക്ക് അതിന്റെ ഗേജ് കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് ഏതാണ് ഈ ടാറ്റയുടെ മാർക്കിംഗ് ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കും. അത് അവരെ പൂർണ്ണമായി ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മളവരെ ഇത് ചെയ്യാനായിട്ട് ഫുൾ ഡീറ്റെയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വുഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്, വുഡ് എന്ന് പറയുമ്പോൾ അതിന് ഇപ്പൊ അറിയാമല്ലോ, നമ്മുടെ നാട്ടില് എല്ലാ വുഡിന്റെ സാധനങ്ങളും പെട്ടെന്ന് ചേര് പിടിക്കും. അതുപോലെ തന്നെ ഈ ഉറുക്കുത്തി പോവാന്ന് പറയും, അതൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്നു. പക്ഷേ അതുപോലെ കോൺക്രീറ്റിന്റെ സാധനം വെച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ ഉള്ളിലത്തെ കമ്പി തുരുപ്പിടിച്ചത് പൊട്ടി, കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഇതൊക്കെ കടന്ന് വീണ് അത് നാശമായി പോവാണ്. 2-3 കൊല്ലത്തിനുള്ള അതിന്റെ പണി കഴിയും. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തായാലും അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോറടക്കാണ് ഇതിന് കിട്ടുന്നത്. വുഡിനൊക്കെ വരുമ്പോൾ ആദ്യം കട്ടള വെച്ച് പിന്നീട് ശരി വന്ന് ഡോറിന് അളവെടുത്ത് ഡോറ് പണിത് വെച്ച് വരുമ്പോൾ വീണ്ടും കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡോറടക്കം ഈ സാധനം, ഇതിന്റെ ഗ്ലാസ് ഫീഡിങ് അടക്കമാണ് ഈ സാധനം വരുന്നത്. ആ ഗ്ലാസ് ഫീഡിങ് അടക്കം വരുമ്പോൾ നമുക്ക് ഈ സാധനം അവിടെ വെച്ചതിന് ശേഷം ഏറ്റവും അവസാനം പെയിന്റ് അടിച്ച് ഗ്ലാസിൻ്റെ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ, ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി എല്ലാ വർക്കും ഈ വർക്ക്ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ് ക്ലിയറായി കൊണ്ടുവയ്ക്കാൻ നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. റെഡി സ്റ്റോക്കില് അതായത് 3 കള്ളി ജെല്ല, അതായത് ഇതിന്റെ സൈസ് വരുന്നത് 150, 135, ഹൈറ്റ് 130 സെന്റിമീറ്ററും വീതി 150 സെന്റിമീറ്റർ ആയുള്ള ജെല്ലുകൾ മിക്കവാറും ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഈ ചിലര് അത് അവർ പറയുന്ന അളവിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് ചില അളവുകൾ വരാറുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അവർ പറഞ്ഞപ്പോൾ ഒരു ഡോർ പണിത് അതിന് തൊട്ടപ്പുറത്ത് ഒരു ഡോറായിട്ട് വേണം, ഒരു വിൻഡോ വേണമെന്ന് പറഞ്ഞാൽ ആ സൈസിൽ ഉണ്ടാക്കാൻ പറ്റും. അവർ പറഞ്ഞ അളവിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. സിംഗിൾ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. എങ്ങനെ വേണമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്ത് കൊടുക്കാം. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ സൈറ്റിൽ ഡെലിവറി ചെയ്യാറുണ്ട്. നമ്മൾ സാധനങ്ങൾ ഒരു വീടിൻ്റെ ഇത് കിട്ടി കഴിഞ്ഞാൽ 1-2 വീടാണെങ്കിൽ നമ്മൾ സൈറ്റിൽ ഡെലിവറി ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്ക് സൈഡ് ഡോറ്, 2 കള്ളി ഡോറ്, 3 കള്ളി ഡോറ്, 4 കള്ളി വിൻഡോസ്, ഡോറല്ല വിൻഡോസ്, 4 കള്ളി വിൻഡോസ് വരും, 3 കള്ളി വിൻഡോസ് വരും, 2 കള്ളി വിൻഡോസ് വരും, സിംഗിൾ വിൻഡോ വരും. അതുപോലെ കിച്ചൺ വിൻഡോ, വെന്റിലേറ്ററുകൾ, അതുപോലെ തന്നെ കട്ടള നമുക്ക് ഇതിൽ കട്ടള പണിതിട്ട് അതിൽ സാധാരണ ഡോർ ഫിറ്റ് ചെയ്യാം. സാധാരണ മറ്റൻ ഡോറ് കട്ടളയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഉള്ളിലേക്ക് വരുന്നത്, അതുപോലെ തന്നെ പുറത്തേക്ക് വരുന്ന സേഫ്റ്റി ഡോറുകൾ, ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് വരുന്നത് അധികം നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ നമുക്ക് അവര് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന സ്ഥലത്ത് ഞാൻ കണ്ടിരുന്നു, അപ്പൊ അത് കാരണം ഞങ്ങൾ വരുന്നത് വരാറുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പേര് ഇത് കണ്ടിട്ട് വരാറുണ്ട്, ഓൺലൈനിൽ കണ്ടുവരാറുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഓർഡറുകൾ വരാറുണ്ട്. അതെ, ഗ്ലാസ്സിൽ അതിന്റെ ഉള്ളിൽ ഗ്ലാസ് വെക്കാൻ ബീഡിങ് അടക്കം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്.
ഇത് അപ്പോക്സി പെയിന്റാണ് നമ്മൾ ഇത് അടിച്ചു കൊടുക്കുന്നത്. അപ്പോക്സി നമ്മൾ 2 കോട്ട് ഇതിന്റെ മേലെ അടിച്ചിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്. ടാറ്റയുടെ മെറ്റീരിയലാണ്, അതിന് മേലെ അപ്പോക്സി കോട്ടിങ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോക്സി ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ പിടുത്തം കൂടുതലാണ്. പിന്നെ അത് പൂവില്ല അത്ര പെട്ടെന്ന്, തുരുമ്പ് വരാനുള്ള സാധ്യത വളരെ കുറയും. ഓൾറെഡി നമ്മളിത് പ്ലാസ്റ്റിക്കിൽ പാക്ക് ചെയ്തിട്ടാണ് വിടുക. പിന്നെ ഇവരെ അതിന്റെ ഉള്ളിൽ എന്തായാലും ഇത് സിമെന്റ് ഫില്ല് ചെയ്യണം. അതിന്റെ ഉൾഭാഗത്ത് സിമെന്റ് ഫില്ല് ചെയ്യും. അത് ഫില്ല് ആയാലും കുഴപ്പമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് കഴുകി കളയുവര്. അത് അതിനുശേഷം കഴുകി കളഞ്ഞ് വീണ്ടും പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ അത് അതേമാതിരി ഇരിക്കും. കോമ്പറ്റീഷൻ ഇപ്പൊ എല്ലാ മേഖലയിലും കോമ്പറ്റീഷൻ ഉണ്ട്. ഈ മേഖലയിലും ഉണ്ട് കോമ്പറ്റീഷൻ. പല ആൾക്കാരും ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ എടുത്ത് വെച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അത് വില കുറച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മളിവിടെ വരുമ്പോൾ അവരെ ബോധ്യപ്പെടുത്താറുണ്ട്. ഇങ്ങനെയാണ് ഇന്നമാതിരി ഇങ്ങനെയാണ്, ഇത് ടാറ്റയുടെ അല്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തും ഇത് ഇങ്ങനെയാണ്, ഇന്ന മെറ്റീരിയൽ നമ്മൾ ഇന്ന മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ തരാൻ പറ്റുന്നത്. അത്ര ചിലപ്പോൾ ഒരു 1000-500 രൂപ കുറവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഇപ്പൊ വെക്കുന്ന ഈ സാധനം നല്ല രീതിയിലുള്ള സാധനം വെച്ചില്ലെങ്കിൽ പിന്നീട് തുരുമ്പ് വരെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ മാറ്റാനും പിടിക്കാനൊക്കെ ഇതിനധികം കാശ് കിട്ടുക. അപ്പൊ ഇപ്പൊ നല്ല സാധനം വെക്കുക എന്നുള്ളതാണ് ഞാൻ പറയാറ്. ടാറ്റയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അവരുടെ. അത് 150 GM കോട്ടിങ്ങുള്ള സാധനമാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ കോട്ടിങ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോട്ടിംഗ് ആണ്. അതിന് ഏറ്റവും നല്ല സാധനം. അവരുടെ ഏറ്റവും നല്ല മെറ്റീരിയൽ GI മെറ്റീരിയൽ ആണ്. അത് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. എന്റെ ഫാമിലിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഫാമിലി, എന്റെ ഭാര്യ പേര് ബിന്ദു, അവര് അധ്യാപികയാണ്. മകള് നേഴ്സാണ്. അവളിപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞ് മറ്റേ ഇത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു മകനുണ്ട്, അവന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വിഷൻ എന്ന് പറഞ്ഞത് കുറച്ചും കൂടെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് ഇതെങ്ങനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാം. ഇനിയൊരു പുതിയൊരു ഇത് തുടങ്ങണം. അങ്ങനെ പുതിയൊരു മേഖലയിലേക്ക് ഇത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷോപ്പുകളിലേക്ക് ഓൾറെഡി എനിക്കൊരു ഷോപ്പ്, ഇപ്പോൾ ഒരു നെന്മാറ എനിക്ക് ഷോപ്പുണ്ട്. നെന്മാറ ഞാൻ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഒരു ഔട്ട്ലെറ്റ് പോലെ. അവർ കുറച്ച് ഡിസ്പ്ലേ വെച്ചിട്ട് അവിടെ വരുന്ന ഓർഡറുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങി, അങ്ങനെ ഔട്ട്ലെറ്റുകൾ ഇനി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ചെയ്തു. ഇത് അഞ്ചേരി തൃശ്ശൂർ എന്ന് വരുമ്പോൾ, ടൗണിൽ നിന്ന് വരുമ്പോൾ, തൃശ്ശൂർ നിന്ന് വരുമ്പോൾ അഞ്ചേരി കുട്ടനല്ലൂർ പുത്തൂർ റോഡ്, മാന്നാമംഗലം റോഡ്, ആ റോഡിൽ ഇത് വരുന്നത് കുട്ടനല്ലൂരാണ്. കുട്ടനല്ലൂർ തോട്ടപ്പടി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ്. അവിടെ ഹിൽ ഗാർഡൻസിന്റെ 4ാം ഗേറ്റിന്റെ നേരെ മുമ്പിലാണ് ഈ സ്ഥലം.